ഗൈസ്, ഞാൻ ഗൂഗിൾ ക്രോം നിർത്താൻ പോവാണ്. ഗൂഗിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്. പക്ഷേ എന്നാൽ ഗൂഗിൾ ക്രോം ചില സമയത്ത് എനിക്ക് ഷോണുമായിട്ട് തോന്നുന്നുണ്ട്. അതിന് മെയിൻ റീസൺ ആണ് ബിങ്ങിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. സോ ആ അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. വിൻഡോസ് PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഒരു PDF ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ നമ്മൾ ബിങ്ങിലേക്കാണ് പോകുന്നത്. ചില സമയത്ത് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നും, കാരണം ബിങ്ങിൻ്റെ വെബ്സൈറ്റ് ഒക്കെ ഓപ്പൺ ആയി വരാൻ നല്ല താമസം എടുക്കും, ലോഡിംഗ് ടൈം കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ എന്നാൽ അത് ഒരു ദിവസം ലോഡ് ചെയ്ത് നിന്നപ്പോഴത്തേക്കിനും എനിക്ക് വേറൊരു വിൻഡോയിലേക്ക് റീഡയറക്റ്റ് ആയിപ്പോയി. അത് കംപ്ലീറ്റ്ലി മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് തന്നെ പറയാൻ പറ്റും, കാരണം അവരുടെ അനൗൺസ്മെന്റ് ആയിരുന്നു. മൈക്രോസോഫ്റ്റ് ബിങ്ങിനകത്ത് കൊണ്ടുവന്ന പുതിയ ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സ്ക്രീൻ ആയിരുന്നു. ആൻഡ് അതിൽ കാണിച്ച ചില ഫീച്ചേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അതുപോലെ തന്നെ ചില ഫീച്ചേഴ്സ് ഗൂഗിളിൻ്റെ ഫീച്ചേഴ്സ് കോപ്പി ചെയ്തും അത് ഇംപ്രൂവൈസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. സോ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയോണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. സോ നമുക്കൊട്ട് താമസിപ്പിക്കേണ്ട ഫസ്റ്റ് ഫീച്ചറിലേക്ക് പോകാം. പിൻ ചെയ്യുക. അതായത് നമ്മുടെ വിൻഡോസ് ടാസ്ക് ബാറിൽ നമ്മൾ ആപ്സ് ഒക്കെ പിൻ ചെയ്തിരുന്ന പോലെ നമുക്ക് വെബ്സൈറ്റ്സ് ഇനി പിൻ ചെയ്തിടാൻ പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്, കാരണം നമ്മളിപ്പോൾ ബുക്ക് മാർക്സ് ഒക്കെ നമ്മുടെ ക്രോമിൻ്റെ പേജിലോ അല്ലെങ്കിൽ ബിങ്ങിൻ്റെ പേജിലൊക്കെ ഷോർട്ട് കട്ട് ഇടുന്നത് പെട്ടെന്ന് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് നമ്മൾ ബ്രൗസറിലേക്ക് നേരിട്ട് പോകാതെ തന്നെ നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഫീച്ചർ കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് യൂട്യൂബ്, പിന്നെ വെബ്, വാട്സാപ്പ്, പിന്നെ ആമസോൺ അങ്ങനത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ വെബ് ബ്രൗസറിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സോ അത് ആപ്ലിക്കേഷന് പകരം നമുക്ക് ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് ടാസ്ക് ബാറിൽ പിൻ ചെയ്തിടാം. പൊളിയല്ലേ? സോ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോ ഫിൽ. അതിനു ഇത് നമ്മൾ നേരത്തെ ഗൂഗിളിലൊക്കെ കണ്ടുവന്നതാണ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നതാണ്. എന്നാൽ ഇതിന് കുറച്ച് പ്രത്യേകതയുണ്ട്. ഗൂഗിളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും പല പല പ്രൊഫൈൽസ് ആഡ് ആയി പോകും. ആൻഡ് ഇത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നാൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ബിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇത് ഭയങ്കര ഈസിയാണ്. നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട, ആൻഡ് ഇപ്പോൾ ഇൻകറൻറ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാനും അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. സോ ഇത് നമുക്ക് ബിങ്ങിൻ്റെ സെറ്റിംഗ്സിനകത്ത് മാനേജ് പേഴ്സണൽ ഇൻഫോ എന്ന് പറയുന്ന ടാബ് ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ഡേറ്റാസ് എല്ലാം കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സേവ് ചെയ്യാനും ഈസി ആയിട്ട് പറ്റും. ആൻഡ് ഇതിനകത്ത് ഒരാളുടെ പേഴ്സണൽ ഇൻഫോ മാത്രമല്ല, പലരുടെയും പേഴ്സണൽ ഇൻഫോ നമുക്ക് സേവ് ചെയ്തിടാം. സോ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈസി ആയിരിക്കും. പിന്നെ വരുന്ന ഫീച്ചറാണ് സ്ക്രീൻഷോട്ട്. സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഭയങ്കര നോർമൽ ഫീച്ചറാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ എന്നാൽ ബിങ്ങിൽ ചെയ്യാൻ പറ്റുന്നതിന് കുറച്ചധികം യൂസ് ഉണ്ട്. ബിങ്ങിൽ ഇപ്പോൾ നമ്മളൊരു വെബ് പേജ് ഓപ്പൺ ആക്കിയിട്ടേക്കാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഏത് പോർഷനാണ് സ്ക്രീൻഷോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ബിങ്ങിൻ്റെ AI യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്ത് തരും. സോ നമുക്ക് കുറച്ചുകൂടെ ക്രോപ്പിനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതായത് ഏതൊക്കെ ഇൻഫോ നമ്മൾ ക്രോപ്പ് ചെയ്യണം അത് കുറച്ചുകൂടി ഈസിലി നമുക്ക് മാനേജ് ചെയ്യാനും ഈസിലി ക്യാപ്ചർ ചെയ്യാനും പറ്റും. ആൻഡ് അഫ്കോഴ്സ് നമ്മൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത ഇമേജ് നമുക്ക് നേരെ Ctrl+V അടിച്ച് കഴിഞ്ഞാൽ ഇമേജ് പേസ്റ്റ് ആവും, എവിടെയാണെങ്കിലും, ഏത് ഡോക്യുമെൻ്റ് ആണെങ്കിലും. ഓക്കെ, ഡോക്യുമെൻ്റ് കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത ഫീച്ചറിലേക്ക് വരുന്നത്, മൈക്രോസോഫ്റ്റ് ആപ്സ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മൈക്രോസോഫ്റ്റ് ആപ്സ് നമുക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ആയത് ഓൺലൈൻ സർവീസ് വന്നപ്പോഴാണ്. അതായത് നമുക്ക് ഫോണിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും എല്ലാം ഒരുമിച്ച് ആക്സസ് ചെയ്യണമെങ്കിൽ ക്ലൗഡ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ചെയ്യുന്നത് വെബ് ബ്രൗസറിലൂടെയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതിന് കോമ്പറ്റീറ്റർ ആയിട്ട് ഗൂഗിളിലെ സർവീസസ് ഉണ്ട്, സ്പ്രെഡ്ഷീറ്റ്, പിന്നെ അതുപോലെ തന്നെ സ്ലൈഡ്സ്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഗൂഗിളിൽ തന്നെ. എന്നാൽ വിൻഡോസിൻ്റെ കാര്യം വരുമ്പോഴത്തേനും ഇതിന് കുറച്ചധികം യൂസ് ഉണ്ട്. ഈ യൂസേഴ്സിൻ്റെ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് കാണുമ്പോഴത്തേനും പറയാം, കാരണം ഇതിനകത്ത് എനിക്ക് പേഴ്സണൽ യൂസർ എക്സ്പീരിയൻസ് പറയാനുണ്ട്. സോ അത് ഞാൻ ലാസ്റ്റ് പറയാം. ഫസ്റ്റ് നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ആപ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വർക്ക് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഗൂഗിളിലെ ടാബ്സ് എല്ലാം ഗ്രൂപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വർക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ആൻഡ് ഈ വർക്ക് സ്പേസിനകത്ത് ഉണ്ടാക്കുന്ന ടാബ്സ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ലൈവായിട്ട് വേറെ യൂസറിനും ഇത് ആക്സസ് ചെയ്യാം ക്ലൗഡ് വഴി. ഇത് എല്ലാ ബ്രൗസറിലും വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമുക്കറിയാം മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻ്റ് ആണ് വരുന്നത്. ലൈക്ക് അറിയാലോ, പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ എന്നാൽ കുറച്ചും കൂടെ വൈഡർ ഓഡിയൻസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഗൂഗിളും അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫീച്ചറാണ് ഇത്. ഗൂഗിളിന് ഓൾറെഡി ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. സോ അത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ വരുന്നൊരു ഫീച്ചറാണ് മൈക്രോസോഫ്റ്റ് വാളറ്റ്. ഈ വാളറ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രൈ ഓൺ ചെയ്ത് നോക്കാം, എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി വരുന്നത് നമ്മുടെ ജസ്റ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക, ആൻഡ് അത് നമുക്ക് സേവ് ചെയ്ത് തരും. അതിന് നമുക്ക് സേവ് ഡീറ്റെയിൽസിനകത്ത് കിട്ടുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ബിങ്ങിലൂടെ എന്തെങ്കിലും മേടിക്കുവാണെങ്കിൽ ജസ്റ്റ് കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വാളറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഈ വാളറ്റിനകത്ത് തന്നെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് മാത്രമല്ല, പാസ്വേഡ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് പാസ്വേഡ് സെക്യൂരിറ്റിയും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിലേക്ക് വരുവാണ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഏറ്റവും കിടിലൻ ഫീച്ചർ. അതായത് നമ്മുടെ വിൻഡോസ് എഡ്ജിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് PDF റീഡറാണ്. PDF റീഡർ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ എഡ്ജിനെ തോപ്പിക്കാൻ ഒരു ബ്രൗസറും ഇല്ല. ഞാനത് എഴുതി തരാം. കാരണം ഗൂഗിളിൽ ഭയങ്കര സിമ്പിൾ UI ആണ്. അതിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ഭയങ്കര ലിമിറ്റഡ് ആണ്. ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ റീസൈസ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ ബിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു സമുദ്രം തന്നെയാണ് ഫീച്ചേഴ്സിൻ്റെ. കാരണം നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യാനും ടെക്സ്റ്റ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇമേജ് സെർച്ച് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊരു ഫീച്ചറാണ് സ്പ്ലിറ്റ് സ്ക്രീൻ. അതായത് നമ്മുടെ സെർച്ച് ബാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഐക്കൺ കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു PDF റെഫർ ചെയ്യുന്ന സമയത്ത് തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്തിട്ട്
നമുക്ക് അതിനകത്തുള്ള ഡീറ്റെയിൽസ് സൈഡ് ബൈ സൈഡ് ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് PDF മാത്രമല്ല, മൈക്രോസോഫ്റ്റിൻ്റെ ഏത് ആപ്സ് ആണെങ്കിൽ പോലും സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സൈഡ് ബൈ സൈഡ് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പോലും 2 പാരലൽ സെർച്ചസ് വരെ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് കറൻറ്റ്ലി ഡ്യുവൽ സ്ക്രീൻ മാത്രമേ ഉള്ളൂ, മൾട്ടിപ്പിൾ സ്ക്രീൻസ് വന്നിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഭയങ്കര ഇംപ്രസീവ് ആയിട്ടും അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് കോപ്പൈലറ്റ് എന്നൊരു ഫീച്ചർ മാത്രമാണ്. എനിക്കത് ഉപയോഗിച്ചാൽ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് തോന്നിയില്ല. കറക്റ്റ് അക്യുറേറ്റ് ആൻസേഴ്സ് ചിലപ്പോഴേ തരുന്നുള്ളൂ. എന്നാൽ പോലും കോപ്പൈലറ്റ് എന്ന് പറയുന്ന ഫീച്ചറുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഫീച്ചർ രക്ഷയില്ല. പിന്നെ പറയാനുള്ളത് ഒരു ആഡ് ഓൺ ഫീച്ചറാണ്. നമ്മൾ വിൻഡോസ് ബിങ്ങിൻ്റെ ഹോം പേജിലേക്ക് വരുമ്പോൾ കുറച്ചധികം കസ്റ്റമൈസേഷൻ ഓഫേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് നോക്കുമ്പോഴത്തേക്കിനും ഒരു വീഡിയോ ഐക്കണും ഇമേജ് ഐക്കണും പിന്നെ ഫുൾ സ്ക്രീൻ ഐക്കണും കാണാൻ പറ്റും. വീഡിയോ ഐക്കൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈവ് വാൾപേപ്പേഴ്സ് ഇടാനുള്ള ഓപ്ഷനാണ്. ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇമേജസ് ഒക്കെ ഇടാൻ പറ്റും. പക്ഷേ എന്നാൽ ഇത് ഗൂഗിളിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പ്ലീസിംഗ് ആണ്, നല്ല നല്ല ഏറിയൽ ഷോട്ട്സ് ഒക്കെ നമുക്ക് ഇത് കിട്ടും. ആൻഡ് അതുകൂടാതെ ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബിങ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെ മാറ്റിയിട്ട് ഫുൾ സ്ക്രീൻ ആയിട്ട് നമ്മുടെ വാൾപേപ്പേഴ്സും അതുപോലെ തന്നെ ലൈവ് വാൾപേപ്പേഴ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ആ ഐക്കൺ യൂസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. മറ്റൊരു ഉഗ്രം ടെക്നോളജി വീഡിയോ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. ഗുഡ് ബൈ.